ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സത്സംഗവേദിയിൽ ഭഗവത്ഗീതയിലെ 5-ാം അധ്യായമായ കർമ്മസന്യാസയോഗത്തിലെ 4 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് അടുത്ത 2 ശ്ലോകങ്ങൾ നോക്കാം. 5-ാമത്തെ ശ്ലോകം: യത് സാഖ്യൈർപ്രാപ്യതേ സ്ഥാനം തത് യോഗൈരഭിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. യത് സ്ഥാനം, ഏതു സ്ഥാനം, സാഖ്യൈർ പ്രാപ്യതേ, സാഖ്യന്മാർ നേടുമോ, തത് അത്, യോഗൈർ അഭിഗമ്യതേ, യോഗികളും നേടും. സാഖ്യം ച യോഗം ച, സാഖ്യവും യോഗവും, യഹ യാതൊരുവൻ, ഏകം പശ്യതി ഒന്നെന്ന് കാണുന്നുവോ, സഹ അവനാണ്, പശ്യതി യാഥാർത്ഥ്യത്തെ കാണുന്നത്. ഏത് സ്ഥാനം സാഖ്യന്മാർ നേടുമോ. സാഖ്യന്മാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാർഗം പിന്തുടരുന്നവർ, ആത്മജ്ഞാനം നേടുവാൻ യത്നിക്കുന്നവർ. അവരേത് സ്ഥാനം നേടുവാനാണോ, അഥവാ ഏത് സ്ഥാനത്തെ പ്രാപിക്കുമോ, അതേ സ്ഥാനം, അതേ ലക്ഷ്യം കർമ്മയോഗികളും നേടും. സാഖ്യന്മാർ എന്ന് വെച്ചാൽ ജ്ഞാനയോഗികൾ, കർമ്മയോഗികൾ എന്ന് വച്ചാൽ കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യുന്നവർ. അപ്പോൾ സാഖ്യന്മാർ ഏത് ലക്ഷ്യത്തെ നേടുന്നുവോ, കർമ്മയോഗികളും ആ ലക്ഷ്യത്തെ തന്നെ പ്രാപിക്കും. സാഖ്യവും യോഗവും, അതായത് ജ്ഞാനമാർഗവും കർമ്മമാർഗവും ഒന്നാണെന്ന് ഏതൊരുവൻ മനസ്സിലാക്കുന്നുവോ അവനാണ് യഥാർത്ഥ സത്യത്തെ അറിയുന്നത്. വിശകലനാധിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം, അതാണ് ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. ആത്മജ്ഞാനത്തിൻ്റെ മാർഗം, ഈശ്വരതത്വം എന്ത് എന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് പഠിച്ച് ഈശ്വരപ്രാപ്തി നേടുന്നതാണ് ജ്ഞാനമാർഗം. അങ്ങനെ വിശകലനാധിഷ്ഠിതമായ ജ്ഞാനമാർഗം കൊണ്ട് ഏത് സ്ഥാനത്തെ പ്രാപിക്കുന്നുവോ, ഒരുവൻ പ്രാപിക്കുന്നുവോ, അതേ സ്ഥാനം ഭക്തിയുതമായ സേവനം കൊണ്ടും നേടാം. ഈ വിശകലനാത്മകമായ ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം ഭക്തിയുതമായി സ്വകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും ഈ സ്ഥാനത്തെ നേടാം. അതുകൊണ്ട് ജ്ഞാനമാർഗവും കർമ്മമാർഗവും ഒരേ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് വസ്തുതകളെ ശരിയായി ദർശിക്കുന്നവൻ, ശരിയായി മനസ്സിലാക്കുന്നവൻ എന്ന് കരുതണം. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. സന്യാസിക്ക് മാത്രമല്ല മോക്ഷത്തിന് അർഹത, കർമ്മയോഗിക്കും, അതായത് സ്വകർമ്മം ഈശ്വരപൂജയായി കരുതി നിസ്വാർത്ഥമായി ചെയ്യുന്നവനും മോക്ഷത്തിന് അർഹതയുണ്ട്. സ്വകർമ്മം ശ്രേഷ്ഠമായി അർപ്പണബോധത്തോടെ ആസക്തി കൂടാതെ ചെയ്യുക, അതാണ് കർമ്മയോഗം. അപ്പം ജ്ഞാനയോഗവും കർമ്മയോഗവും ഒരേ ലക്ഷ്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. കർമ്മമാർഗം പിന്തുടർന്നാലും ജ്ഞാനമാർഗം പിന്തുടർന്നാലും എത്തുന്നത് ഒരേ ലക്ഷ്യത്തിലാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത്. ഇനി 6-ാമത്തെ ശ്ലോകം നോക്കാം. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗത യോഗയുക്തോ മുനിർബ്രഹ്മൻ
അചിരേണാധിഗച്ഛതി. മഹാബാഹോ, ഹേ ബലവാനായവനെ, തു എന്നാൽ സന്യാസം, അതായത് ജ്ഞാനയോഗം, അയോഗത കർമ്മയോഗം കൂടാതെ ആപ്തും നേടുവാൻ ദുഃഖം പ്രയാസമാണ്. യോഗയുക്ത യോഗനിഷ്ഠനായ, അതായത് കർമ്മയോഗിയായ മുനി സന്യാസി എന്നൊക്കെ അർത്ഥം. അചിരേണ വേഗത്തിൽ തന്നെ ബ്രഹ്മത്തെ അധിഗച്ഛതി പ്രാപിക്കുന്നു. ഹേ ബലവാനായവനെ, എന്നാൽ സന്യാസം കർമ്മയോഗം കൂടാതെ നേടുവാൻ പ്രയാസമാണ്. അതായത് ജ്ഞാനയോഗം, അതാണ് സന്യാസം. ആ ജ്ഞാനയോഗം പിന്തുടരുവാൻ കർമ്മയോഗം കൂടാതെ അത് നേടുവാൻ, ആത്മജ്ഞാനത്തെ നേടുവാൻ പ്രയാസമാണ്. അതായത് ജ്ഞാനയോഗം കർമ്മയോഗം കൂടാതെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആ ഉദ്ദേശിച്ച ലക്ഷ്യം പ്രാപിക്കുവാൻ പ്രയാസമാണ്. യോഗനിഷ്ഠനായ മുനി, അതായത് കർമ്മയോഗിയായ മുനി വേഗത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. കർമ്മമാർഗം പിന്തുടർന്നുകൊണ്ട് ജ്ഞാനമാർഗവും ഒരേ തലത്തിൽ കൊണ്ടുപോകുന്ന വ്യക്തി, അതായത് കർമ്മയോഗിയായ സന്യാസി ബ്രഹ്മത്തെ വേഗത്തിൽ പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. കർമ്മം ത്യജിച്ചത് കൊണ്ട് മാത്രം അത് സന്യാസമാകുന്നില്ല, അഥവാ ജ്ഞാനമാർഗമാകുന്നില്ല. കർമ്മം പൂർണ്ണമായും ത്യജിക്കുക, അതാണ് സന്യാസിയുടെ മാർഗം എന്നാണ് പറയുന്നത്. കർമ്മം ഒന്നും ചെയ്യാതെ ഇരിക്കുക, കർമ്മം ത്യജിക്കുന്നവനാണ് സന്യാസി എന്നാണ് പറയുന്നത്. എന്നാൽ കർമ്മം പൂർണ്ണമായും ത്യജിച്ചത് കൊണ്ട് മാത്രം ഒരുത്തൻ സന്യാസി ആകുന്നില്ല, അത് ജ്ഞാന യോഗമാകുന്നില്ല. അത് വെറും നിഷ്ക്രിയത്വം എന്നേ പറയാൻ പറ്റുകയുള്ളൂ. നിഷ്ക്രിയത്വം നൈഷ്കർമ്മ്യമാകുന്നില്ല. നൈഷ്കർമ്മ്യത്തിന് ഉന്നതമായ അർത്ഥമാണ്. അത് വെറും നിഷ്ക്രിയത്വമല്ല, അത് കർമ്മസന്യാസമാകുന്നില്ല. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നവനാണ് യോഗി എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും എന്ന് പറയുന്നത്? കർമ്മം ചെയ്യുമ്പോൾ തന്നെ മനസ്സ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നു, അതിനോട് സംഘമില്ലാതെ നിസ്വാർത്ഥമായി ലാഭേച്ഛയില്ലാതെ ആ ചെയ്യുന്ന കർമ്മങ്ങളോട് മനസ്സുകൊണ്ട് ഒട്ടിച്ചേരലില്ലാതെ കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ അത് അകർമ്മത്തിന് തുല്യമാകും. കാരണം ശരീരം കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സ് ആ കർമ്മത്തിൽ ഉടക്കിക്കിടക്കുന്നില്ല. അപ്പോഴത് അകർമ്മത്തിന് തുല്യമാണ്. അതാണ് കർമ്മത്തിൽ അകർമ്മം കാണുന്നവൻ എന്ന് പറയുന്നത്. അതുപോലെയാണ് അകർമ്മത്തിൽ കർമ്മം കാണുന്നവനും. അതാണ് ജ്ഞാനമാർഗികളുടെ. അവരെ നോക്കുമ്പോൾ അവർ ഒരു കർമ്മവും ചെയ്യുന്നില്ല, സദാസമയം ധ്യാനവും പൂജയും ആയിട്ടിരിക്കുന്നവരാണ് അത്തരത്തിലുള്ളവർ, ജ്ഞാനയോഗികൾ. അവർ പുറമേ നിന്നൊക്കെ നോക്കുമ്പോൾ അകർമ്മിയായിരിക്കും, അതായത് കർമ്മം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർ മനസ്സുകൊണ്ട് സദാ കർമ്മനിരതരായിരിക്കും. അങ്ങനെയുള്ള ജ്ഞാനികളുണ്ട്. അവർ മനസ്സുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവും ലോകഹിതാർത്ഥമായി. അതാണ് അകർമ്മത്തിൽ കർമ്മം എന്ന് പറയുന്നത്. ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നു. അങ്ങനെ ഇത് രണ്ടും കാണുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നവനെയാണ് യോഗി എന്ന്, അഥവാ ജ്ഞാനി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഭൗതിക തലത്തിൽ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സാ അകർമ്മിയായിരിക്കുന്നതാണ് നൈഷ്കർമ്മ്യം, അതായത് കർമ്മസന്യാസം.
അപ്പോൾ കർമ്മസന്യാസം എന്ന് പറയുന്നത് കർമ്മത്തെ ഉപേക്ഷിക്കലല്ല, പിന്നെയോ ഭൗതികതലത്തിൽ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അകർമ്മിയായിരിക്കുന്നതാണ്. അതായത് അതിനോട് ഒട്ടിച്ചേരലില്ലാതിരിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ കർമ്മസന്യാസം എന്ന് പറയുന്നത്. അപ്പോഴാണ് ആ കർമ്മം കർമ്മയോഗമായി മാറുന്നത്, അഥവാ കർമ്മസന്യാസമായി മാറുന്നത്. ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരിക്കുന്നത് സന്യാസമല്ല, അത് അലസതയാണ്. അതുകൊണ്ട് കർമ്മം ത്യജിക്കലല്ല, അതായത് കർമ്മത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കലല്ല, കർമ്മഫലത്തിലുള്ള സംഘം, ഒട്ടിച്ചേരൽ ത്യജിക്കുകയാണ് വേണ്ടത്. അതാണ് കർമ്മസന്യാസം. അതിനാൽ സമചിത്തതയോടെ കർമ്മം ചെയ്യുകയാണ് കർമ്മത്യാഗത്തേക്കാൾ ശ്രേഷ്ഠം. പൂർണ്ണമായും കർമ്മമൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം സമചിത്തതയോടെ ഈശ്വരാർപ്പിതമായി കർമ്മം ചെയ്യുകയാണ്. കർമ്മനിരതരായ സന്യാസിമാരാണ് ശ്രേഷ്ഠരായിട്ടുള്ളവർ. അവർ ബ്രഹ്മത്തെ അതിവേഗം പ്രാപിക്കുന്നു. എന്നാൽ കർമ്മം ഒന്നും ചെയ്യാതെ പരാന്നഭോജികളായി സന്യാസ വേഷം ധരിച്ച് നടക്കുന്നവർ ലക്ഷ്യത്തിൽ എത്തുന്നില്ല, അതിനവർ പ്രാപ്തരുമല്ല. അവർ വെറും സന്യാസ വേഷധാരികൾ മാത്രം. അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നതല്ല, പിന്നെയോ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ആ കർമ്മത്തെ സന്യസിക്കുക, ത്യജിക്കുക, കർമ്മത്തിലുള്ള ആ കെട്ടുപാടുകൾ, സംഘം ഉപേക്ഷിക്കുക. അതാണ് കർമ്മസന്യാസം. അതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.